ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പലപ്പോഴും ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോഴും നാം അതിൽ അടിമപ്പെട്ട് തകർന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ ആയിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ നാം നീതിമാനായിട്ട് ജീവിക്കുന്നവരായിരിക്കാം, കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കാം. എന്നാൽ ഇതിനെ എല്ലാം വിരുദ്ധമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആ പ്രതികൂലങ്ങൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് കടന്നു വരുന്നു. നാം ചിന്തിക്കും, എന്തുകൊണ്ടാണ് കർത്താവെ ഇങ്ങനെ? ഞാൻ ഇത്രയധികം വിശ്വസ്തത അങ്ങയുടെ സന്നിധിയിൽ കാണിച്ച വ്യക്തിയാണ്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ കഷ്ടത കടന്നു വന്നത്? യേശു കർത്താവ് തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ക്രിസ്തുവിന്റെ പുറകെ പോകുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നാം തീർച്ചയായിട്ടും കഷ്ടത അനുഭവിക്കേണ്ടതാണ്. ക്രൂശ് എന്ന് പറയുന്നത് ക്രിസ്തുവിനോടൊപ്പം നാം സഹിക്കേണ്ട ഒരു അനുഭവമാണ്. ഇവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്നു സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ച് മിസ്രയീം രാജാവായ ഫറവോന്റെ മുൻപാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. ഇപ്രകാരം ക്രൂശ് അനുഭവിച്ച അല്ലെങ്കിൽ കഷ്ടം അനുഭവിച്ച ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇവിടെ ഈ വാക്യത്തിൽ പറയുന്നത്. യോസഫ് എന്ന വ്യക്തി, അദ്ദേഹം 17-ാം വയസ്സ് മുതൽക്ക് കഷ്ടപ്പാട്, തന്റെ സഹോദരങ്ങളിൽ നിന്നുള്ള പരിഹാസങ്ങളും പ്രതിസന്ധികളും, അതുപോലെ തന്നെ ചെയ്യാത്ത കുറ്റത്തിന് കാരാഗ്രഹവാസം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കടന്നു വന്നേക്കാം. എന്നാൽ ഇവിടെ വചനത്തിൽ താഴേക്ക് വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത് അവന് കൃപയും ജ്ഞാനവും ദൈവം കൊടുത്തു എന്നതാണ്. ഈ കഷ്ടതയിലും ഈ പ്രയാസത്തിലും ഇതിനെ അതിജീവിക്കുവാൻ ദൈവ കൃപ അവന് നൽകി എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവകൃപ ഒരുവനിൽ ഉണ്ട് എങ്കിൽ ഏത് പ്രതിസന്ധികളെയും അവന് അതിജീവിക്കുവാനായിട്ട് സാധിക്കും. ദൈവ സാന്നിധ്യം എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കുന്നു. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം എപ്പോഴും കൂടെ ഇരിക്കുന്നു. അവിടെ മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. ഇമ്മാനുവേൽ എന്നത് ദൈവം നമ്മോട് കൂടെ എന്നാണ്. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കർത്താവ് എപ്പോഴും കൂടെ ഇരിക്കുന്നു. ഒരു ദൈവ ഭക്തന്റെ, ദൈവ പൈതലിന്റെ ജീവിതത്തിൽ കർത്താവ് എപ്പോഴും കൂടെ ഇരിക്കുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ നാം ആകുലപ്പെട്ട് തളർന്നു പോകേണ്ട ആവശ്യമില്ല. നാം പലപ്പോഴും മനുഷ്യരിലാണ് പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. അവിടെ കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ നാം പ്രതീക്ഷകൾ അർപ്പിക്കുന്നത് മനുഷ്യരിൽ മാത്രം. അത് സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികളായിരിക്കാം, അയൽക്കാരായിരിക്കാം, മറ്റ് പ്രിയപ്പെട്ടവരായിരിക്കാം. അവിടെ യോസഫിന് വന്നതുപോലെയുള്ള കഷ്ടതകൾ കടന്നു വരുമ്പോൾ നാം ചിന്തിക്കും, ഇന്ന വ്യക്തി നമ്മെ സഹായിക്കും, അല്ലെങ്കിൽ ഞാൻ ഒരു വ്യക്തിയെ ആപത്തിൽ സഹായിച്ചതാണ്, അതുകൊണ്ട് തന്നെ ഈ വ്യക്തി തീർച്ചയായിട്ടും എന്നെ ആ ആപത്തിൽ സഹായിക്കും. ഇവിടെ വചനം പഠിപ്പിക്കുകയാണ്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അതുകൊണ്ട് തന്നെ നാം കഷ്ടതകളിൽ ദൈവ സാന്നിധ്യത്തോടുകൂടെ, ദൈവ കൃപയോടുകൂടെ മുന്നോട്ട് പോകേണ്ടതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് നാം മനസ്സിലാക്കണം. ദൈവകൃപ നമ്മോട് കൂടെ ഉണ്ട് എങ്കിൽ നാം മറ്റു മനുഷ്യരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും കഷ്ടതകൾ വരും, പ്രതിസന്ധികൾ വരും. എന്നാൽ അതിനെല്ലാം തരണം ചെയ്യുവാൻ കർത്താവിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ, അവിടെ ഇമ്മാനുവേലായിട്ട് കർത്താവ് കൂടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അതിനെല്ലാം തരണം ചെയ്യുവാനായിട്ട് കർത്താവ് അവിടെ നമുക്ക് ശക്തി നൽകും. 34-ാം സങ്കീർത്തനം പഠിപ്പിക്കുകയാണ്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എന്നാൽ അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഷ്ടതകളിൽ നാം ദൈവത്തിൽ പ്രത്യാശ വെച്ച് മുന്നോട്ട് പോവുക. പലപ്പോഴും കഷ്ടതകളിൽ നാം തകർന്നു പോയാലും നാം ദൈവത്തോട് അടുത്തിരിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ ഈ തകർച്ചയിലും കർത്താവിന് നമ്മെ ഉയർത്തുവാനായിട്ട് സാധിക്കും. നാം ഭാരപ്പെട്ടു പോകേണ്ട, ചിന്താകുലതയോടുകൂടെ ആയിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇപ്പോഴുള്ള സാഹചര്യം എന്ത് തന്നെയായാലും അതിനൊരു മാറ്റം വരുത്തുവാനായിട്ട് കർത്താവിന് കഴിയും. തീർച്ചയായിട്ടും അവൻ സർവശക്തനാണ്, സകലത്തെയും സൃഷ്ടിച്ചവനാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, സകലവും വാക്കിനാൽ സൃഷ്ടിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല.
വചനം പഠിപ്പിക്കുന്നു, മനുഷ്യരാൽ അസാധ്യം യഹോവയാൽ സകലവും സാധ്യമാകും. അതിനാൽ തന്നെ ദൈവത്തോടൊപ്പം ചേർന്നിരുന്നു കൊണ്ട് അവിടെ ദൈവകൃപ പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.